പ്രിയ സഹോദരനെ, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രണ്ടാം വരവെന്ന ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പറയുന്നു. അതിനായി യേശുനാഥൻ അനുവദിച്ചോർത്ത് യേശു രാജാവിന് നന്ദി സ്തുതിയും സമർപ്പിക്കുന്നു. ആമേൻ. പ്രിയപ്പെട്ടവരെ, 22, 23 തീയതികളിൽ ക്രിസ്മസിന് മുമ്പുള്ള തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ ധ്യാനത്തെക്കുറിച്ച് ഞാൻ സംസാരിച്ചിരുന്നു. താല്പര്യമുള്ളവർക്ക് വരാം എന്ന് പറഞ്ഞിരുന്നു. ചിലർ ചോദിക്കുന്നു, അതിൻ്റെ അടിയിലൊരു കമൻറ്റ് കണ്ടിരുന്നു, കുട്ടികൾക്ക് മാത്രമേ ഉള്ളൂ, അല്പം മുതിർന്നവർക്കും വരാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ആർക്ക് വേണമെങ്കിലും വരാം. അതിൻ്റെ കാരണം ഞാൻ ചോദിച്ചാൽ, ഈ കിട്ടുന്ന അവസരങ്ങളിൽ വന്നുകൊള്ളട്ടെ. പശ്ചാത്തലം നാളെ മാറിയെന്ന് വന്നാൽ അല്ലെങ്കിൽ സാഹചര്യം മാറിയാൽ പിന്നെ വരാൻ പറ്റിയില്ലെങ്കിലോ അല്ലെങ്കിൽ ഒന്ന് ഈശോയുടെ മുമ്പിലായിരിക്കാൻ പറ്റാത്ത അവസരങ്ങൾ ഓർത്ത് പിന്നീട് ദുഃഖിക്കാൻ ഇടവരരുത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് കുട്ടികളാണെങ്കിലും കുട്ടികൾ ഒരു 10 പേര് വന്നാലും ആ കൂടെ ഒരു മുതിർന്ന ആളിരുന്നാലും കുഴപ്പമൊന്നുമില്ല. കാരണം വെച്ചാൽ പക്വതയുള്ള ക്ലാസ്സുകളായതുകൊണ്ട് അതുകൊണ്ട് രണ്ട് കൂട്ടർക്കും യോജിക്കുന്ന രീതിയിലായിരിക്കും ക്ലാസ്സുകൾ വരിക. അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. അതുകൊണ്ട് താല്പര്യമുള്ളവർ വിളിച്ച് ബുക്ക് ചെയ്യുക, വരുന്നുണ്ടെന്ന് പറയുക. എങ്കിലേ ആഹാരം മറ്റു കാര്യങ്ങളൊക്കെ ക്രമീകരിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ ആരെങ്കിലും വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഫോൺ നമ്പർ ഇന്നലെ തന്നിട്ടുണ്ട്, വീണ്ടും ഒരിക്കൽ കൂടി പറയാം. 97 78 17 22 83 ആ നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്തിട്ട് ഞായറാഴ്ച വൈകിട്ടെങ്കിലും ഇവിടെ എത്തിച്ചേരുക. വിളിക്കുന്നവരോട് മാത്രമേ വഴികളും കാര്യങ്ങളും പറഞ്ഞു തരികയുള്ളൂ. അതുകൊണ്ട് ഫോണ് വിളിച്ച് ഈ നമ്പറിൽ വിളിച്ച് ചോദിച്ച് വരിക. മുതിർന്നവരായാലും കുഴപ്പമില്ല, പ്രശ്നമില്ല. വരാൻ പറ്റുന്നവർക്കൊക്കെ വരാവുന്നതാണ്. അതുകൊണ്ട് കിട്ടുന്ന അവസരങ്ങൾ എത്രയും പെട്ടെന്ന് ഉപയോഗിക്കുക. കാരണം ലോകം അന്ത്യത്തിലേക്ക് അടുത്തടുത്ത് വരികയാണ്. പെട്ടെന്ന് യുദ്ധങ്ങളും പ്രശ്നങ്ങളും ലോകത്തിൻ്റെ അവസ്ഥയും പെട്ടെന്ന് മാറും, വളരെ പെട്ടെന്ന് മാറും. നമ്മൾ വിചാരിക്കുന്ന പോലെ ആയിരിക്കില്ല കാര്യങ്ങൾ. അതിനാൽ കർത്താവായ യേശുക്രിസ്തു എപ്പോഴാണ് വരുന്നത്? യേശുവിൻ്റെ വരവിൻ്റെ ലക്ഷണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഏതാണ്? യേശു വരുമോ? അങ്ങനെ ഒരു യുഗാന്ത്യമോ ലോകാവസാനമോ ഉണ്ടോ? അല്ലെങ്കിൽ പിന്നീടൊരു നിത്യജീവൻ എന്ന് പറയുന്നത് യാഥാർത്ഥ്യമാണോ? മരിച്ച വ്യക്തി എങ്ങനെ ഉയർക്കും? അത് സ്വാഭാവികമാണോ? അതിന് ശാസ്ത്രീയ അടിത്തറയുണ്ടോ? ഒരു ആത്മീയ തലമുണ്ടോ? അതൊക്കെ ഒരു വെറുതെ എഴുതി വെച്ചതാണോ? ഇത് വിശ്വസിക്കാൻ കൊള്ളാവുന്ന കാര്യങ്ങളാണോ? ഇതിലൊരു ശാസ്ത്രീയ മാനമുണ്ടോ? മരിച്ച വ്യക്തി ഉയർക്കുമെന്നുള്ളൊരു ശാസ്ത്രീയ മാനം എന്താണുള്ളത്? ശാസ്ത്രീയ മാനദണ്ഡം എന്താണുള്ളത്? അതിനുള്ള തെളിവ് എന്താണുള്ളത്? ഇന്നത്തെ കാലത്ത് അതിന് തെളിവുണ്ടോ? അല്ലെങ്കിൽ ഇത് മിഥ്യയാണോ? ഇത് യാഥാർത്ഥ്യമാണോ? ഇതിനെ താഴെപ്പെട്ട് വിശ്വസിക്കേണ്ട ആവശ്യമുണ്ടോ? അല്ലെങ്കിൽ യേശുക്രിസ്തു വരുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേകമായ ഒരുക്കത്തിൻ്റെ എന്താവശ്യമാണുള്ളത്? ഇന്ന് നിലവിൽ സഭയിൽ കിട്ടുന്ന രീതിയിലുള്ള ജീവിതമൊക്കെ പോരെ? അതിന് കൂടുതലായിട്ട് അതിനപ്പുറത്തേക്കായിട്ട് പ്രത്യേകിച്ച് എന്താണ് ഒരുങ്ങാനുള്ളത്? അല്ലെങ്കിൽ എന്ത് മേന്മയാണ് ഇനി ഒരുങ്ങാനുള്ളത്? അല്ലെങ്കിൽ എന്ത് മേന്മയിലേക്കാണ് ഇനി നമ്മൾ വളരേണ്ടത്? അല്ലെങ്കിൽ ഇതൊക്കെ യാഥാർത്ഥ്യമാണെന്ന് ചിന്തിക്കാനുള്ള ശാസ്ത്രീയ മാനദണ്ഡം ഇന്ന് ലഭ്യമാണോ? അല്ലെങ്കിൽ ഇന്ന് ലോകം അതിൻ്റെ അത്യത്തിലേക്ക് അടുക്കുന്നുള്ളതിൻ്റെ ഡേറ്റ് കാര്യങ്ങളൊക്കെ യാഥാർത്ഥ്യമാണോ? ഇതൊക്കെ ഒരു സത്യമാണോ? തുടങ്ങിയ 100 ചോദ്യങ്ങൾക്ക്, വിശുദ്ധ ഗ്രന്ഥത്തെ ആസ്പദമാക്കി നിങ്ങൾക്കുള്ള 100 ചോദ്യങ്ങൾക്ക് അതിൻ്റെ A to Z അവസാനം വരെയുള്ള എല്ലാ പരിപൂർണമായ ഉത്തരം ലഭിക്കുന്ന ക്ലാസ്സുകളാണ്. അല്ലാതെ നമ്മൾ ഒരു വ്യക്തിയോട് ചോദിക്കുകയാണ്, നിത്യജീവൻ എന്ന് പറഞ്ഞാൽ ഒരു ഉദാഹരണം പറഞ്ഞാൽ പ്രിയപ്പെട്ട, എന്താണ് നിത്യജീവൻ എന്ന് ഒരു ഇന്നത്തെ ഒരു ക്രിസ്ത്യാനിയായ ഒരു മനുഷ്യരോട്, അല്ലെങ്കിൽ ക്രിസ്ത്യാനിയായ ഒരു സഹോദരിയോട്, അല്ലെങ്കിൽ നമുക്കൊരു അച്ഛനെ തന്നെ എടുക്കാം, നല്ല ധ്യാനിപ്പിക്കുന്ന ഒരു അച്ഛൻ ചോദിക്കുകയാണ്, അച്ഛാ ഈ നിത്യജീവൻ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ചോദിച്ചാൽ അവർ എന്ത് ഉത്തരമാണ് പറയുക? അല്ലെങ്കിൽ ഒരു മെത്രാനോട് ചോദിക്കുക, അല്ലെങ്കിൽ സഭയിൽ ഏതൊരു വ്യക്തിയോട് എന്താണ് നിത്യജീവൻ, അല്ലെങ്കിൽ നിത്യജീവൻ എന്നത് അവന് ശാസ്ത്രീയമായ വശമുണ്ടോ, അതൊരു പരമയാഥാർത്ഥ്യമാണോ എന്ന് ചോദിച്ചാൽ എന്തുത്തരമായിരിക്കും കിട്ടുക? പ്രിയപ്പെട്ട, നമ്മളിങ്ങനെ ചിന്തിക്കണം, ഇങ്ങനെ ചോദിക്കണം. നമ്മൾ ചോദിക്കാൻ വേണം, എന്താണ് നിത്യജീവൻ? അല്ലെങ്കിൽ എന്താണ് സ്വർഗരാജ്യം? എവിടെയാണത്? അതിന് ശാസ്ത്രീയ തെളിവ്, ശാസ്ത്രീയ ഘടനകൾ, അതിനൊരു കണക്കുകൂട്ടലുകൾ, അതിനൊരു പദ്ധതി ഉണ്ടോ? അതെപ്പോഴാണ്, എവിടെയാണ്, എങ്ങനെയാണ്? സ്വർഗത്തിലേക്ക് എത്ര കിലോമീറ്റർ നീളമുണ്ടോ അല്ലെങ്കിൽ ഉയരമുണ്ട്? സ്വർഗത്തിൽ എത്തിച്ചേരാൻ എത്ര കിലോമീറ്റർ ദൂരം താണ്ടണം, അല്ലെങ്കിൽ എത്ര സമയം കൊണ്ട് സ്വർഗത്തിൽ എത്തിച്ചേരാം? അങ്ങനെ സ്ഥലമുണ്ടോ? ഇത് എവിടെയാണത്? ഇങ്ങനെയൊക്കെ 100 ചോദ്യങ്ങളുണ്ടാവും. ഇവിടെ ഈളദാസിൻ്റെ ക്ലാസ്സിൽ വന്നാൽ നിങ്ങളുടെ എല്ലാവിധ സംശയങ്ങളും വിശുദ്ധ ഗ്രന്ഥത്തെ സംബന്ധിച്ചല്ല, പ്രകൃതിയെക്കുറിച്ചല്ല, ജീവിതത്തെക്കുറിച്ച്, മരണത്തെക്കുറിച്ച്, ഉയർപ്പിനെക്കുറിച്ച്, യേശുവിൻ്റെ വരവിനെക്കുറിച്ച്, അതിൻ്റെ ശാസ്ത്രീയ ലക്ഷണങ്ങളെക്കുറിച്ച്, അതിൻ്റെ ആത്മീയ ലക്ഷണങ്ങളെക്കുറിച്ച്, അതിൻ്റെ പ്രപഞ്ച ലക്ഷണങ്ങളെക്കുറിച്ച്, അതിൻ്റെ സൗരയൂഥത്തെ സംബന്ധിക്കുന്ന തെളിവുകളെക്കുറിച്ച് എല്ലാം വ്യക്തമായി എന്നേക്കും പിന്നീടൊരു സംശയം ഉണ്ടാവാത്ത വിധത്തിൽ ചോദ്യവും ഉത്തരവും വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, അല്ലാതെ സാങ്കല്പിക ചോദ്യമല്ല. സാങ്കല്പിക ചോദ്യത്തിൽ സാങ്കല്പിക ഉത്തരവും എൻ്റെ അടുത്തില്ല. തെളിവോടുകൂടിയതും
അതിൻ്റെ ശാസ്ത്രീയതയോട് കൂടിയമായ ചോദ്യവും ഉത്തരവും ആണ് നിങ്ങൾക്ക് ലഭിക്കുക. അതുകൊണ്ട് ഈ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ എത്രയും പെട്ടെന്ന് വന്ന് ധ്യാനം കൂടാൻ ആഗ്രഹിക്കുന്നവർക്ക് വരാവുന്നതാണ്. അതിനായിട്ട് യേശുക്രിസ്തു നാമത്തിൽ ക്ഷണിക്കുന്നു. താല്പര്യമുള്ളവർ ഞായറാഴ്ച വൈകിട്ടെങ്കിലും എത്തിച്ചേരാവുന്ന രീതിയിലും അല്ലെങ്കിൽ ഞായറാഴ്ച ഫോൺ വിളിച്ച് ബുക്ക് ചെയ്യാവുന്ന രീതിയിലും സംസാരിക്കുക, ഇടപെടുക. നമ്മെ ഓരോരുത്തരെയും കർത്താവായ യേശുക്രിസ്തു സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.